മലയാളിയാണോ ഇതൊക്കെ കണ്ടിരിക്കണോ കേട്ടോ. കണ്ടൽക്കാടിന് നടുവിലൂടെ ഒരു അടിപൊളി യാത്രയും കേരളത്തിന്റെ അങ്ങേയറ്റമായ ഗോൾഡ് സാൻഡ് ബീച്ചും അവിടുത്തെ വിശേഷങ്ങളും നദിയും കടലും ഒരുമിക്കുന്ന കാഴ്ചയും എല്ലാം കാണാം. തിരുവനന്തപുരത്തെ സുന്ദരമായ ഒരു ഗ്രാമമായ പൂവാറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പൂവാറിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബോട്ടിങ്ങും പ്രകൃതി ഭംഗിയും ഒക്കെ തന്നെയാണ്. ഒരുപാട് പക്ഷികളെ നമുക്ക് കാണാം. എന്തായാലും കണ്ടൽക്കാടിന്റെ ആ ഒരു ഭംഗി നേരിട്ട് ആസ്വദിക്കാൻ വേണ്ടി ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഒരു ബോട്ടും എടുത്തുകൊണ്ട് നേരെ നെയ്യാർ നദിയിലൂടെ കണ്ടൽക്കാടിന്റെയും പൂവാറിന്റെ ആ ഭംഗി നേരിട്ട് കാണാൻ പോവുകയാണ്. പൂവാർ ബാക്ക് വാട്ടേഴ്സിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പൂവാറിൽ എത്തുന്നതാണ് കേട്ടോ. അതിന്റെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകൾ ഈ നദിക്ക് ഇരുവശവും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കേരള തനിമയാർന്ന തെങ്ങുകളും അങ്ങനെ കേരളത്തിൻ്റെതായ ഫുൾ പച്ചപ്പ് നമുക്ക് ഈ ഒരു യാത്രയിൽ ആസ്വദിക്കാം. പൂവാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക നദിയല്ല, നെയ്യാർ നദിയും അങ്ങനെ ഒരുപാട് ബാക്ക് വാട്ടേഴ്സും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പേരാണെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മളെ കണ്ടൽക്കാടിനിടയിലൂടെയുള്ള ഒരു മനോഹരമായ യാത്ര. കണ്ടൽക്കാടിനിടയിലൂടെ ഒരുപാട് പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷി നിരീക്ഷകരൊക്കെ ഉണ്ടെങ്കിൽ നല്ല പറ്റിയ സ്ഥലമാണ്. നോക്കി എന്തൊരു വൈബാന്ന് നോക്കി. ഇതിനകത്തൂടെയുള്ള ഒരുപാട് ഫോട്ടോ സെഷനൊക്കെ എടുക്കാൻ പറ്റിയ ഒത്തിരി പോയിന്റുകൾ നമുക്ക് കാണാം. എന്തായാലും ഈ വരുന്ന ഒരു യാത്ര നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടമാവില്ല. കാരണം പൂവാറിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. ഇന്ന് ദൂരെ കാണുന്ന ആ ഒരു ബീച്ചാണ് ഗോൾഡ് സാൻഡ് ബീച്ച്. കേരളത്തിന് അങ്ങേറ്റമാണ് കേട്ടോ. ഇതിനപ്പുറം അറബിക്കടലാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഗോൾഡ് സാൻഡ് ബീച്ചിലൂടെ അങ്ങ് നടന്നു. പൂവാർ ടൂറിസത്തിന്റെ ഒരു മെയിൻ ഹബ്ബ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഗോൾഡ് സാൻഡ് ബീച്ച് എന്ന് പറയുന്നത്. ഇവിടെ ഈ